ഓരോ ചെടിക്കും ഓരോ കഥയുണ്ട്. ആ കഥകളിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നത് പൂമുറ്റം. ഇന്ന് പൂമുറ്റം ചാനൽ ഏത് ചെടിയുടെ വിശേഷം മനസ്സിലായോ? ബോഗൺവില്ലയുടെ. ചെടികളെ സ്നേഹിക്കുന്നവരുടെ സ്വന്തം കുടുംബമാണ് പൂമുറ്റം. ഉപകാരപ്രദമായ ടിപ്പുകളും മനോഹരമായ ചെടികളും ഒരുമിച്ച് പരിചയപ്പെടാം. ഒരു ചെടി വാങ്ങുന്നതിന് മുമ്പ് വളർത്തുമ്പോഴും ഒക്കെ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ലളിതമായി പങ്കുവെക്കാൻ ശ്രമിക്കാറുണ്ട് ഞാൻ. അങ്ങനെയാണ് പൂമുറ്റം ചാനൽ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ വീടിനെ പൂക്കളാലും പച്ചപ്പാലും മനോഹരമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പൂമുറ്റത്തിലേക്ക് സ്വാഗതം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദിയുണ്ട്. നല്ലൊരു സപ്പോർട്ടാണ് എനിക്ക് നിങ്ങൾ തരുന്നത്. എൻ്റെ സൗണ്ടൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. താങ്ക് യു. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് ആ ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോഗൺവില്ലയെക്കുറിച്ചാണ് കേട്ടോ. വളരെ കുറഞ്ഞ പരിചരണം മാത്രം മതിയെങ്കിലും വർഷത്തിൽ ഭൂരിഭാഗ സമയവും ഈ ചെടി നിറഞ്ഞു പൂക്കും. മനോഹരമായ ചെടിയാണ്. അതുകൊണ്ട് തന്നെ ബോഗൺവില്ല നമ്മുടെ വീടുകളിലും ഗാർഡനിലും ഏറ്റവും കൂടുതൽ കാണുന്ന പൂച്ചെടികൾ ഒന്നായി ഇന്ന് മാറിയിട്ടുണ്ട് ബോഗൺവില്ല. എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വർഷം മുഴുവൻ കൂടുതൽ സമയം പൂവിടുന്നതുകൊണ്ടാണ്. വളരെ പരിപാലിക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ നല്ല വെയിലത്ത് നന്നായിട്ട് വെയിൽ ഞാൻ എത്ര വേണമെങ്കിലും കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ സഹിച്ചുകൊണ്ട് നിങ്ങൾ നിന്നോളൂ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഭംഗി കൂട്ടാൻ ഏറ്റവും നല്ല ചെടികളിലൊന്ന് ബോഗൺവില്ല തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഗ്രാഫ്റ്റർ ചെടിയും സാധാരണ ചെടിയും ഉണ്ട്. അപ്പോൾ ഗ്രാഫ്റ്റർ ചെടിയുടെ തണ്ടിൽ ഒട്ടിച്ചൊരു ഭാഗം വ്യക്തമായി നമുക്ക് കാണാൻ പറ്റും. അതാണ് ഗ്രാഫ്റ്റഡ് ചെടി. അപ്പോൾ ചില ഗ്രാഫ്റ്റഡ് ചെടികൾ ഒരേ ചെടിയിൽ അല്ലെങ്കിൽ കൂടുതൽ നിറങ്ങളിലും പൂക്കളൊക്കെ കാണും. അപ്പോൾ സാധാരണ കട്ടിങ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഗ്രാഫ്റ്റൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ബോഗൺവില്ല ചെടിക്ക് ഒരു 6 മുതൽ 8 മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശമാണ് കേട്ടോ വേണ്ടത്. തണലിൽ വെച്ചാൽ അങ്ങനെ ഇലകൾ നല്ല ഷോ ആയിട്ട് നിൽക്കത്തില്ല. പൂക്കൾ കുറേയൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല വായുസഞ്ചാരമുള്ള നല്ലൊരു വെയിൽ കിട്ടുന്നൊരു സ്ഥലത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ചെടിയായിട്ട് വരും. അപ്പോൾ ബോഗൺവില്ല നമുക്ക് ചട്ടിയിലും മണ്ണിലും ഒക്കെ നേരിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. എന്നാൽ ഏറ്റവും മികച്ച വളർച്ചയും കൂടുതൽ പൂക്കളും കിട്ടുക നമ്മൾ മണ്ണിൽ വെച്ചാലാണ്. മണ്ണിൽ നട്ടാലാണ് കൂടുതൽ പൂക്കൾ വരുന്നത്. എന്ന് വെച്ചാൽ വേരുകൾക്ക് കൂടുതൽ സ്ഥലം ലഭിക്കുന്നതുകൊണ്ട് തന്നെ ചെടി ശക്തമായിട്ട് വളരില്ലേ. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്ഥലക്കറവ് ഉണ്ടാവുമല്ലോ നമ്മുടെ ചട്ടിയിൽ വെക്കുമ്പോൾ. അപ്പോൾ ബോഗൺവില്ല അത്രയ്ക്ക് നന്നായിട്ട് വളർന്ന് കാണാറില്ല. അപ്പോൾ ചട്ടിയിൽ വളർത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഡ്രൈനേജ് ഹോളൊക്കെ ഒന്ന് ക്ലിയർ ആവുക. നല്ലൊരു പോട്ടി മിക്സിൽ വെച്ചാൽ മതി കേട്ടോ. ഉമിയൊക്കെ ഇട്ടിട്ടുള്ള ചാലിൽ കൂടിയ മണ്ണും ഒക്കെ ഇട്ട് ഉമിയൊക്കെ ഇട്ട് ഓർഗാനിക് വളവും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഇട്ടൊരു പോട്ടി മിക്സാണ് കേട്ടോ. നമ്മളെടുക്കുന്ന പോട്ടി മിക്സ് ഡ്രൈനേജ് ഹോൾ ക്ലിയർ ആവാനും വേരുകൾ കുറച്ചുകൂടി ശക്താനും ഉമിയിട്ട പോട്ടി മിക്സ് ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഉമി ഇപ്പോൾ ഒരുപാട് പേര് പോട്ടി മിക്സിൽ ഇടുന്നുണ്ട്. ഉമി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. ഉമി നമ്മുടെ കയ്യിൽ അവൈലബിളാണ്. പോട്ടി മിക്സ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ. അപ്പോൾ ബോഗൺവില്ല ഇല മഞ്ഞയാകുന്നെന്ന് ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിലധികം വെള്ളം കൊടുക്കുന്നതാണ് കേട്ടോ. സാധാരണ വെള്ളം അധികം വേണ്ടാത്തൊരു ചെടിയാണ് ബോഗൺവില്ല. നല്ല സ്ട്രെസ്സാണ് കേട്ടോ ചെടിക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞ ഇലയാവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നെങ്കിൽ നിങ്ങൾ വെള്ളം കൂടുതലാണ് കൊടുത്തത് അല്ലെങ്കിൽ കുറവാണ് കൊടുത്തതെന്ന്. ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും മഞ്ഞ ഇലയായി പോകാറുണ്ട്. ആവശ്യത്തിന് സൂര്യപ്രകാശം കിട്ടിയില്ലെങ്കിലും അങ്ങനെ വരാറുണ്ട്. പിന്നെ പ്രത്യേകിച്ചും പോഷകക്കുറവ്, ഇപ്പോൾ നൈട്രജൻ വളങ്ങൾ മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഇലകൾ മഞ്ഞയായി പോകാറുണ്ട്. ആവശ്യത്തിനുള്ള വളങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ അങ്ങനെ വരാറുണ്ട്. പിന്നെ വേരുകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വന്നാൽ, ഇപ്പോൾ വെള്ളം കെട്ടി നിന്ന് ഫംഗസ് ബാധിച്ച് ചെടിയുടെ റൂട്ട് റോട്ടൊക്കെ വന്നാലും ഇലകൾ മഞ്ഞയായിട്ട് പൊഴിഞ്ഞു പോകാറുണ്ട്. പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ. ഇല സ്വാഭാവികമായി മഞ്ഞയായി കൊഴിയുന്നത് കുറച്ച് ഇലകളൊക്കെ പോകാറുണ്ട്. ഒരു ട്രിപ്പ് ഓഫ് പൂക്കളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ്. അപ്പോൾ അതൊന്നും വലിയ കുഴപ്പമില്ല. നിങ്ങൾ നോക്കുക വെള്ളം കൂടുതൽ കൊടുക്കുന്നുണ്ടോ, അങ്ങനെ റൂട്ട് റോട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. എന്നിട്ട് റൂട്ട് റോട്ടൊന്നും വന്നില്ല, ഇനി വളങ്ങളുടെ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും വളങ്ങളൊക്കെ കൃത്യമായി ചെയ്തു കൊടുത്താൽ നല്ല ഭംഗിയുള്ളൊരു ചെടിയായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ മഴക്കാലത്ത് പ്രത്യേകിച്ച് ഒരുപാട് വളങ്ങൾ ചെയ്യാതിരിക്കുക കേട്ടോ. അത് പ്രത്യേകമായിട്ട് പറയാണ്. മഴക്കാലത്ത് ഒരു ചെടികൾക്കും അത്ര വളങ്ങൾ വേണ്ട. അവർക്ക് വേനൽക്കാലത്ത് നന്നായിട്ട് വളരാനുള്ള ഒരു സ്ട്രെങ്ത്താണ് മഴക്കാലത്ത് അവർക്ക് കിട്ടേണ്ടത്. അതിനുള്ള ഒരു സൗകര്യമാണ് നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. വെറുതെ കുറേ വളങ്ങൾ കൊടുക്കരുത്. പിന്നെ ചില വീട്ടിലൊക്കെ ചെന്നാൽ ഞാൻ കാണും പച്ചക്കറി വേസ്റ്റ് മുഴുവൻ കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ചട്ടികൾ. ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്ത് നിങ്ങളതൊരു കമ്പോസ്റ്റ് ആക്കൂ. എന്നിട്ട് കമ്പോസ്റ്റ് നിങ്ങൾ ചെടിക്കിടുക. അല്ലാതെ നേരിട്ട് ഈ പച്ചക്കറിയുടെ തൊലികളൊന്നും നിങ്ങൾ ചെടിയിൽ
കൊണ്ടിടരുത് കേട്ടോ. അത് ഭയങ്കര പാവമാണ് ചെടികളോട് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ മാസത്തിലൊരു തവണ ആ ജൈവവള കമ്പോസ്റ്റ്, വേർമി കമ്പോസ്റ്റൊക്കെ ചെടിക്ക് നൽകിയ ചെടി നല്ല പൂക്കൾ വന്ന് നല്ല ഭംഗിയായിട്ട് ഇടും കേട്ടോ. പിന്നെ പൂവിടാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ഫോസ്ഫറസും പൊട്ടാഷ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ഫോസ്ഫറസും പൊട്ടാഷ്യം ഉണ്ടായാലും ഒന്ന് പഴത്തിൻ്റെ തൊലിയിലാണ് ഫോസ്ഫറസ് ഉള്ളത്. അത് വെള്ളത്തിൽ ഇട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ ഫോസ്ഫറസ്. ഇനിയിപ്പോൾ പൊട്ടാഷ് ചെടിക്ക് വേണമെങ്കിൽ നമ്മുടെ ചാരമില്ല, അതിൽ പൊട്ടാഷിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ചാരം മനസ്സിലായില്ലേ, അത് നമ്മളെ അടുപ്പ് കത്തിച്ച അത് ഒരു സ്പൂണിന് ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് വെക്കുക. എന്നിട്ട് ആ വെള്ളത്തിൻ്റെ തെളിയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കട്ടെ. നല്ല രീതിയിൽ പൂക്കളുണ്ടാവും. അതേപോലെ തന്നെ ഫംഗസിൻ്റെ അറ്റാക്കിനെയും തടയാൻ വളരെ എഫക്റ്റീവാണ് കേട്ടോ പൊട്ടാഷ്. അപ്പോൾ അത് ചെയ്താൽ നല്ലതാണ്. പിന്നെ എപ്പോഴും പറയാനുള്ള ഒറ്റ കാര്യം മാത്രമാണ്, മഴ നമ്മുടെ ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുക, റൂട്ടൊക്കെ ക്ലിയർ ചെയ്യുക, ഡ്രൈനേജ് ഹോൾ ക്ലിയർ ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു ചെടി നമ്മുടെ കയ്യിൽ നിന്ന് ഈ വർഷം പോയിപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ വേനൽക്കാലത്ത് എന്ത് വളം കൊടുക്കണമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ഒരു 15-20 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു NPK പോലുള്ള കാര്യങ്ങൾ കൊടുത്താൽ കൂടുതൽ പൂക്കളുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത് കഴിയില്ലെങ്കിൽ നിങ്ങൾ എല്ലുപൊടി ഇട്ട് കൊടുത്താലും മതി. പൂക്കളുണ്ടാകുന്ന എല്ലാ ചെടികൾക്കും നിങ്ങൾ ഫോസ്ഫറസ് പൊട്ടാഷ് കണ്ടൻ്റാണ് കൊടുക്കേണ്ടത്. സപ്ലിമെൻ്റ് ആയിട്ട് ഫോസ്ഫറസ് പൊട്ടാഷ് DAP ഒക്കെ കൊടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് NPK പോലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി അതില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അധികം നൈട്രജൻ കൊടുത്താൽ ഇലകളാണ് നന്നായിട്ട് വളരുക കേട്ടോ, പൂക്കൾ കുറച്ച് കുറയും. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസും പൊട്ടാഷ്യം കൂടുതലുള്ള വളങ്ങൾ കൊടുത്താൽ വളരെ ഫലപ്രദമായിരിക്കും കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ എല്ലാ കാലത്തും, മഴക്കാലത്തും വേനൽക്കാലത്തും എല്ലാം നിറഞ്ഞു പൂക്കും നിങ്ങളുടെ വീട്ടിലെ ബോഗൺവില്ല. കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാനായിട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. 150 രൂപയാണ് ചെടികളുടെ വില വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇലച്ചെടികളുടെ സെയിൽ നമുക്കുണ്ട്, നമ്മുടെ ചാനൽ തന്നെ വീഡിയോ ഉണ്ട്. ഇത്രയും നേരമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. താങ്ക് യു. നാളെ ഒരു പുതിയ സബ്ജക്റ്റുമായി വീണ്ടും വരാം. ബൈ ബൈ.